ഇസ്രായേലിൻ്റെ ആക്രമണത്തിൽ യമൻ പ്രധാനമന്ത്രി അഹമ്മദ് അൽ റഹാവി കൊല്ലപ്പെട്ടിരുന്നു. ഇതിന് പ്രതികാരം ചെയ്യുമെന്ന് ഹൂതികൾ മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഇപ്പോഴിതാ ചെങ്കടലിൽ ഹൂതികൾ ആക്രമണം നടത്തിയെന്ന റിപ്പോർട്ട് വരുന്നു. ഇസ്രായേലിൻ്റെ ഉടമസ്ഥതയിലുള്ള കപ്പലായ സ്കാർലറ്റ് റേയെ ലക്ഷ്യമിട്ട് ആക്രമണം നടത്തിയതായി ഹൂതി വക്താവ് യഹിയ സാരി പറഞ്ഞു. ബാലസ്റ്റിക് മിസൈൽ ആക്രമണമാണ് നടത്തിയതെന്ന് ഹൂതി വക്താവ് വ്യക്തമാക്കി. കപ്പലിൽ മിസൈൽ നേരിട്ട് പതിച്ചതായി യഹിയ സാരി പറഞ്ഞു. ഗാസയ്ക്ക് പിന്തുണ നൽകി ആക്രമണം ശക്തമാക്കുമെന്നും യഹിയ സാരി മുന്നറിയിപ്പ് നൽകി. ലൈബീരിയൻ പതാക വഹിക്കുന്ന കപ്പലാണ് സ്കാർലറ്റ് റേ. ഇസ്രായേലിൻ്റെ ഉടമസ്ഥതയിലുള്ള ടാങ്കറിൽ സൗദി അറേബ്യയിലെ യാൻബുവിന് സമീപം ചെങ്കടലിൽ വെച്ച് സ്ഫോടനം നടത്തിയതായി റിപ്പോർട്ടുകൾ പറയുന്നു. കപ്പൽ ജീവനക്കാർ സുരക്ഷിതരാണെന്നാണ് റിപ്പോർട്ട്. അധികൃതർ അന്വേഷണം നടത്തുന്നതായി റിപ്പോർട്ടുകൾ പറയുന്നു. കഴിഞ്ഞ ദിവസമാണ് റഹാവിയുടെ മരണം ഹൂതികൾ സ്ഥിരീകരിച്ചത്. പിന്നാലെ ഇസ്രായേലിന് ഹൂതികൾ മുന്നറിയിപ്പ് നൽകി. റഹാവിയുടെ കൊലയ്ക്ക് പകരം വീട്ടുമെന്നാണ് ഇസ്രായേലിനോട് ഹൂതികൾ മുന്നറിയിപ്പ് നൽകിയത്. ഞങ്ങൾ പ്രതികാരം ചെയ്യും, മുറിവുകൾക്ക് പകരമായി വിജയം സൃഷ്ടിക്കും, ഇസ്രായേലിനോട് പകരം വീട്ടുമെന്ന് യമനി ജനതയ്ക്കും ആക്രമണത്തിൽ രക്തസാക്ഷിത്വം വഹിച്ച കുടുംബങ്ങൾക്കും പരിക്കേറ്റവർക്കും ഉറപ്പു നൽകുന്നു. വീഡിയോ സന്ദേശത്തിൽ ഹൂതികളുടെ സുപ്രീം പൊളിറ്റിക്കൽ കൗൺസിൽ ചെയർമാൻ മഹ്ദി അൽ മഷാത്ത് പറഞ്ഞു. കഴിഞ്ഞ ദിവസമാണ് പ്രധാനമന്ത്രി അഹമ്മദ് അൽ റഹാവി കൊല്ലപ്പെട്ടതായി ഹൂതികൾ സ്ഥിരീകരിച്ചത്. വ്യാഴാഴ്ച ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ പ്രധാനമന്ത്രിക്കൊപ്പം മറ്റു ഉന്നതോദ്യോഗസ്ഥരും കൊല്ലപ്പെട്ടതായി ശനിയാഴ്ചയാണ് ഹൂതികൾ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചത്. സർക്കാരിൻ്റെ പതിവ് മീറ്റിംഗിനിടെയാണ് മന്ത്രിമാരെ ലക്ഷ്യമിട്ട് ഇസ്രായേൽ ആക്രമണം നടത്തിയതെന്നാണ് ഹൂതികൾ നയിക്കുന്ന യമൻ ഭരണകൂടം പ്രസ്താവനയിൽ അറിയിച്ചത്. ചില മന്ത്രിമാർ കൊല്ലപ്പെടുകയോ പരിക്കേൽക്കുകയോ ചെയ്തു. ഇവരുടെ വിവരങ്ങൾ പുറത്തുവിട്ടിട്ടില്ല. ആക്രമണത്തിനിടയിലും തടസ്സമില്ലാതെ സർക്കാരിൻ്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുമെന്നും ഹൂതി ഭരണകൂടം വ്യക്തമാക്കി. എന്നാൽ ആക്രമണത്തിലൂടെ ഹൂതികളുടെ നിലപാടിനെ മാറ്റാൻ കഴിയില്ലെന്ന് യമൻ സായുധ ഗ്രൂപ്പ് വ്യക്തമാക്കി. ഗാസയ്ക്ക് നൽകുന്ന പിന്തുണ തുടരുമെന്നും ഹൂതികൾ പറഞ്ഞു. സനായിലെ ഇസ്രായേൽ വ്യോമാക്രമണ പരമ്പരയെ തുടർന്ന് ഗാസ വിഷയത്തിൽ പിന്നോട്ടില്ലെന്ന് ഹൂതികൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഹൂതി വക്താവ് അബ്ദുൽ മാലിക് അൽ ഹൂതി നടത്തിയ പ്രസംഗത്തിനിടെയായിരുന്നു ആക്രമണം ഉണ്ടായത്. തന്ത്രപ്രധാനമായ ഹൂതി കേന്ദ്രങ്ങളെ ലക്ഷ്യം വെച്ചായിരുന്നു ആക്രമണമെന്ന് വെള്ളിയാഴ്ച ഇസ്രായേൽ ചീഫ് ഓഫ് സ്റ്റാഫ് ഇയാൽ സമീർ പറഞ്ഞു. സൈനിക ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ മുതിർന്ന ഹൂതി ഉദ്യോഗസ്ഥർ സംഭവസ്ഥലത്തുണ്ടായിരുന്നതായി ഇസ്രായേൽ അവകാശപ്പെടുന്നു. എന്നാൽ യോഗത്തിൽ സൈനിക നേതാക്കളുടെ സാന്നിധ്യം ഹൂതി ഉദ്യോഗസ്ഥർ നിഷേധിച്ചിട്ടുണ്ട്. 2024 ഓഗസ്റ്റ് മുതൽ സനായിലെ ഹൂതി നേതൃത്വത്തിലുള്ള സർക്കാരിൻ്റെ പ്രധാനമന്ത്രിയായി റഹാവി പ്രവർത്തിക്കുന്നുണ്ട്. ഇസ്രായേൽ കൊലപ്പെടുത്തിയ ഏറ്റവും മുതിർന്ന ഹൂതി നേതാവാണ് അദ്ദേഹം. ഗാസയിലെ പലസ്തീനികൾക്കുള്ള ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചാണ് യമൻ സായുധ ഗ്രൂപ്പ് ഇസ്രായേലിനെ ലക്ഷ്യമിട്ട് ആക്രമണം തുടങ്ങിയത്. ചെങ്കടലിൽ കപ്പലുകളും ഇസ്രായേലും ലക്ഷ്യമിട്ട് ഹൂതികൾ തുടർച്ചയായി ആക്രമണം നടത്തുന്നുണ്ട്.